പേരെന്താണെന്ന് പോലും അറിഞ്ഞൂടാ. ഏത് കമ്പനി കണ്ടില്ല, ഏത് കമ്പനി തുടങ്ങി. ചിലപ്പോൾ ഒരു 5Gയുടെ എംപ്ലോയി കൊടുത്ത് 2 ചിറവൊക്കെ ഇങ്ങനെ കൊടുത്തേക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കറങ്ങും. അവൻ്റെ നോക്കിയപ്പോൾ നമ്മൾ അളിയനെ അവൻ, അല്ലെങ്കിൽ അവനെ മച്ചാനാ. നിങ്ങൾക്ക് ചുമ്മാ വരുന്നത് പോകണം, എവിടെ നിന്ന് വരുന്നു ആൾക്കാരുണ്ടോ. പയ്യന്മാർ ഈ കഞ്ചാവ് അടിക്കാനും ലഹരിക്കൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ നമ്മളെ വേണ്ടപ്പെട്ടൊക്കെ നമുക്ക് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു ഫോണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ വാങ്ങും. ഇഷ്ടപ്പെട്ട നമ്മൾ കൂടുതലായിട്ടും ഫ്രഷ് വാങ്ങിക്കാൻ നോക്കില്ല, വില കുറവാണെന്നുള്ള ഇതിൽ യൂസ്ഡ് ഫോണുകളാണ് കൂടുതൽ വാങ്ങി. ഞാനും യൂസ്ഡ് ഫോണുകളൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ യൂസ്ഡ് ഫോണുകളെന്ന് പറയുമ്പോൾ കുറച്ച് എല്ലാം പക്കയായിരിക്കില്ല. ചില ഭാഗങ്ങളിലോട്ട് തിരിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയൊരു അബദ്ധത്തിൽ പോയി ചാടേണ്ട ഒരു അവസരവും ഈ യൂസ്ഡ് ഫോണിൽ ഉണ്ട്, ഒളിച്ചിരിപ്പുണ്ട്. അത് ഞാനും പെട്ടിട്ടുണ്ട്, ഞാനും ഒരുപാട് പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ പുറത്തൊക്കെ പറയണം, ഒരുപാട് പേര് ഇതേപോലെ അനുഭവത്തിൽ പെട്ടിട്ട് വീണ്ടും അവർ യൂസ്ഡ് ഫോൺ എടുക്കുന്ന നമ്മുടെ ഇതൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വിശ്വാസമാണ്. അങ്ങനെ ഇനിയും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാ ഫോണിലും വരത്തില്ല. ഒരു 10% സ്മാർട്ട് ഫോണിൽ നമുക്ക് വാങ്ങിക്കുമ്പം അതിൻ്റെ പിറകെ വലിയൊരു ചതി ഒളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫോണുകളും എല്ലാ മാർക്കറ്റിലും നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും അറിയാം, അറിഞ്ഞുകൂടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവർ നോക്കുമ്പം വില കുറവായിരിക്കും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇപ്പം ബിമോൾ മാർക്കറ്റ് തന്നെ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും ഒരു സ്മാർട്ട് ഫോൺ 5G ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 10-12 രൂപ ചോദിക്കും. ഒരു 10-12,000 രൂപയൊക്കെ ചോദിക്കുന്ന സ്മാർട്ട് ഫോൺ തന്നെ നമ്മൾ ഷോപ്പൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. റോഡിലൊക്കെ നിൽക്കുമ്പോൾ കച്ചവടം ചെയ്യുന്നവരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ അതേ ഫോണായിരിക്കും, പക്ഷേ 5,000 രൂപ 3,000 രൂപയൊക്കെ തരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തുവാടെ ഇത്, ഷോപ്പിൽ അവർ ഇത്രയും വില 10-12,000 രൂപ കിട്ടിയേക്കിന്, ഇവർ വന്നപ്പോൾ 3,000 രൂപ 5,000 രൂപ കിട്ടിയെങ്കിൽ അത് ലാഭമല്ലേ എന്ന് പറഞ്ഞ് പലരും അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയ ഒരുപാട് പേര് എനിക്കറിയാം. അങ്ങനെ പോയി ആപ്പിലായി പോയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വ്യൂവേഴ്സ് ഒന്നും അങ്ങനെ ആപ്പിൽ പോയി പെട്ടുകളയില്ല. കാരണം വെച്ചാൽ വെളിയിലൊക്കെ നിന്ന് കച്ചവടം നമ്മൾക്ക് ഷോപ്പില്ല. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഫോൺ നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങി ഒരു 3,000 രൂപ, ചിലപ്പോൾ 4,000 5,000 രൂപയ്ക്ക് ലാഭം തോന്നി ഒരു 5G സ്മാർട്ട് ഫോൺ ഷോപ്പല്ലാതെ പുറത്തുനിന്ന് വാങ്ങി കൊണ്ടുപോയിട്ട് അത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് തോന്നും, നിങ്ങൾ എവിടെ കൊണ്ട് കൊടുക്കും? പോയില്ലേ, ആ പൈസ പോയില്ലേ. ചിലപ്പം സാധനം ഡെഡായി പോയി, ഓണാവുന്നില്ല. എന്ത് ചെയ്യും? ഷോപ്പാണെങ്കിൽ നേരെ കൊണ്ട് ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക, ഇവിടുന്ന് വാങ്ങിച്ച ഫോണാണ്, കണ്ട് ഇതാണ് അവസ്ഥ ഇല്ലേ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം, ശരി അത് നോക്കാമെന്ന് പറയും. ഇല്ല, പുറത്തുനിന്ന് ഒരു റോട്ടിലൊരു വലിയ കുറവെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നും നടക്കൂല. നാളെ നിങ്ങൾ വരുമ്പോൾ ആ ആളെ അവിടെ കാണില്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ പോയി ചാടിക്കളയല്ലേ. പിന്നെ അങ്ങനെ റോട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ വേറെ എന്തെങ്കിലും വലിയ കേസുകൾ ഒളിച്ചിരിക്കും. നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ വാങ്ങിച്ച് നമ്മുടെ സിമ്മിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കും. കൊള്ളാം, നല്ല സെറ്റ്, നല്ല ക്യാമറ ഫോക്കസൊക്കെ ഉണ്ട്, അടിപൊളി എന്ന് പറഞ്ഞ് കൂടിയ സെറ്റ് ആയിരിക്കും. ചിലപ്പോൾ 40,000-50,000 രൂപ ഫോണൊക്കെ ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു 34,000-70,000 രൂപ സെറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാണ്ട് ഇത്രയ്ക്ക് തന്നാൽ മതി, എനിക്ക് 10,000 രൂപ തന്നാൽ മതി. ഞാൻ അപ്പം തന്നെ അവിടുത്തെ നമ്മുടെ സ്റ്റേഷനിലൊക്കെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ നമ്മൾ വില കുറച്ചെടുക്കുമ്പോൾ അതിൻ്റെ പിറകെ വലിയൊരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ടാകും. അതിൽ നമ്മളും പോയി ഒരു ഭാഗമാകും. നമ്മളും പറഞ്ഞ് എവിടെ നിന്ന് കിട്ടി, പിന്നെ എവിടെ നിന്ന് ആളെ കാണിച്ചതാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ പിറകെ നടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഈ വെളിയിൽ നിൽക്കുന്നവരുടെ അടുത്ത് കൂടുതലായിട്ട് നമ്മൾ കച്ചവടത്തിനും അവരുടെ അടുത്ത് ഡീൽ ചെയ്യാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾ പോലും ഒരുപാട് ഷോപ്പുണ്ട് എല്ലാ മാർക്കറ്റിലും. കേരളത്തിൻ്റെ എല്ലാ മാർക്കറ്റിലും വിമോളിതനായാലും ഒരു 150ഓളം മൊബൈൽ ഷോപ്പുണ്ട്. ഈ മൊബൈൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയും, അല്ലാതെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളും കൂടെ നിൽക്കും, നിങ്ങളെ കൂടെ നിൽക്കും. അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് വഴി കാണുന്നിടത്ത് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അയ്യോ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങളുടെ വില കൂടുതലെന്ന് പറഞ്ഞപ്പം പുറത്ത് പോയപ്പം അതേ സാധനം വില അങ്ങനെ ഒരാൾക്ക് പറ്റിയതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് വന്നത്. അങ്ങനെയുള്ള അബദ്ധത്തിൽ പോയി ചാടിക്കളയിൽ എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങിക്കാം. കസ്റ്റമർ ഉണ്ട് പറയണം. ഡിസ്പ്ലേ ഇല്ല ഇല്ലാണ കിട്ടൂല, ഇതിൻ്റെ ഡിസ്പ്ലേ കിട്ടത്തില്ല. അറിയില്ല, ഇത് എടുക്കും, പക്ഷേ ഇത് എടുത്തിട്ടൊരു ഗുണമില്ല. സ്പെയറിന് പോലും ഒരു ഗുണമില്ലാത്ത സെറ്റാണിത്. ഇത് ഗൾഫ് സെറ്റാണ്. ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പം ഡെമോ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സെറ്റാണിത്. ഇത് നമ്മളെടുത്തിട്ട് നമ്മളെ കസ്റ്റമറിനും കൊടുക്കാൻ പറ്റൂല, ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു മോഡലായിപ്പോൾ. അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും വിവോയോ ഓപ്പോയോ 4G ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോവും. ഡിസ്പ്ലേ മാറ്റിയിട്ട് കുറഞ്ഞ വിലയ്ക്ക് അടിക്കുമ്പോൾ ആൾക്കാരുണ്ട്. ഇല്ല, കിട്ടൂല. ഇതിൻ്റെ ഡിസ്പ്ലേയും കിട്ടൂല, സ്പെയർ ഒന്നും കിട്ടൂല.
നെഫോസ് എന്ന് പറഞ്ഞൊരു കമ്പനിയല്ല, അതൊരു ലോക്കൽ ബ്രാൻഡാണ്. ഇത് ഐഫോൺ 5500. നമ്മളിപ്പോഴും ഫോൺ വാങ്ങിക്കുമ്പോൾ കുറച്ച് ബ്രാൻഡ് ഫോൺ വാങ്ങിക്കണം, മനസ്സിലായി? ഇതാണ് അവസ്ഥ. ഒരു സ്പെയർ ഒന്നും ഡെഡായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്പെയറുകളൊന്നും കിട്ടൂല. പിന്നെ എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്? നമ്മൾ സെക്കൻഡ്സ് വാങ്ങിച്ചാലും നല്ല കമ്പനി സാധനം വാങ്ങിക്കും. അതാകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താൽ മാറ്റി തരാം. അപ്പോൾ ഞാൻ ചുമ്മാ തമാശ പറയുന്നതല്ല, തമാശ പറയേണ്ടി വന്നതല്ല ഗൈസ്. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട സംഭവമാണ് ഈ യൂസ്ഡ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പറയാൻ അറിയാമല്ലോ, ലഹരിയൊക്കെ കൂടി നിൽക്കുന്ന പയ്യന്മാർക്ക് എല്ലാം ലഹരിയൊക്കെ ഉപയോഗിക്കുക, ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കൂടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പിടിച്ച് പറിച്ച് കൊണ്ടുവരാം, ചിലപ്പോൾ ആടെയും മണ്ടക്കിട്ട് ആടിച്ച് ചുറ്റിയാലിട്ട് ആടിച്ച് പൊട്ടിച്ചിട്ട് ഫോൺ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാം പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളിൽ കിട്ടിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. പിന്നെ അതിൻ്റെ പിറകെ വേറെ കേസായി ഇങ്ങനെയൊക്കെ പോകും. അതേപോലെ ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ഫോണിൽ നോക്കി വാങ്ങിക്കുക. അത് ഇങ്ങനെ കേസോ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് അറിയാനുള്ള വകുപ്പുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വകുപ്പ് എനിക്ക് തന്നെ അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ബാർ സ്കാനിങ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഓരോ ഫോണിലെടുത്ത് നമ്മൾ അടുത്ത ആൾക്കാരെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് വിഷയങ്ങളൊക്കെ അതിൻ്റെ പിറകെ ഉണ്ടെങ്കിൽ നമുക്ക് പണിയാവും. കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പണിയാവും. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഒരാൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫോണാണെങ്കിലും ചില ആൾക്കാർ നോക്കുന്നതെന്ന് വെച്ചാൽ വിലയാണ് നോക്കുന്നത്, ഏറ്റവും കുറഞ്ഞ വിലയാണ് നോക്കുന്നത്. പക്ഷേ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചോ, പക്ഷേ നല്ല ഫോണുള്ളത് നോക്കി വാങ്ങിക്കുക, അതും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാം. ഇപ്പം ചില ഫോണുകളുണ്ട് പേരെന്താണെന്ന് പോലും അറിയില്ല, ഏത് കമ്പനി കണ്ടില്ലേ, ഏത് കമ്പനി ചിലപ്പോൾ അത് 5Gയുടെ എംബ്ലം കൊടുത്ത് 2 ചിറമൊക്കെ ഇങ്ങനെ കൊടുത്തേക്കും പാറി പറക്കുന്ന രൂപത്തിൽ. നമ്മളത് വാങ്ങിക്കൊണ്ട് പോയി ഇത് സിമ്മൊക്കെ ഇട്ട് നോക്കും, ഒരു കാര്യമില്ല, സിം എടുക്കും പക്ഷേ 5G ഒന്നും ആയിരിക്കില്ല, ഒരു കാരണവശാലും 5G ആയിരിക്കില്ല. നമ്മൾ വില കുറവ് 5G ഫോൺ എന്ന് പറഞ്ഞാൽ വാങ്ങി എത്ര പേരെ എനിക്കറിയാം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് കറങ്ങും, എല്ലാ ഷോപ്പിലും കയറും. നല്ലൊരു ഫോൺ എടുത്ത് 100 പ്രാവശ്യം ഇങ്ങനെ നോക്കിയിട്ട് അവസാനം അവർ ചെന്നെത്തുന്നത് എവിടെ? ഷോപ്പിലെല്ലാം കയറും, എല്ലാ ഷോപ്പിലും കയറി എല്ലാ ഫോണിലും ഇങ്ങനെ അരിച്ച് പറക്കി നോക്കും. എല്ലാം നോക്കിയിട്ട് അവസാനം പോയി ചെന്നെത്തുന്നത് വിലയൊക്കെ കമ്പയർ ചെയ്യുമ്പം ഷോപ്പിൽ 10-12,000 രൂപ, വെളിയിൽ നല്ല നാടൻ പയ്യന്മാർ റോട്ടിൽ നിന്ന് കച്ചവടം ചെയ്ത് അവൻ്റെ നോക്കിയപ്പോൾ നമ്മൾ അളിയനാ അല്ലെങ്കിൽ അവനെ മച്ചാനാ നിങ്ങൾക്ക് ചുമ്മാ തരാൻ. അവൻ നല്ല ലാഭം എടുത്തിട്ടാണ് തരുന്നത്. എവിടെ നിന്നൊക്കെ വന്നതെന്ന് ആർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ എടുത്താലും വലിയ അബദ്ധത്തിൽ പോയി നിങ്ങൾ ചാടും. എവിടെ നിന്ന് വരുന്നത് ഫോണും എവിടെ നിന്ന് വരുന്നത് ആർക്കാണോടാ? പയ്യന്മാർ ഈ കഞ്ചാവ് അടിക്കാനും ലഹരിക്കൊന്നും ഞാൻ പറയുന്നില്ല, ലഹരി ഉപയോഗിക്കാനൊക്കെ ഇന്നലെയും നമ്മളെ ഏരിയയിൽ നിന്ന് പിടിച്ചു നോക്കേണ്ടത്, നമ്മളെ തൊട്ടപ്പുറത്തുള്ള ഏരിയയിൽ നിന്നൊക്കെ ലഹരി കൊച്ചു പയ്യന്മാരെയൊക്കെയാണ് പിടിക്കുന്നത്. അപ്പോൾ അത് ഡേഞ്ചറാണ്. ഇതിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്രാന്തം കൂടി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് എനിക്ക് സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുള്ളൂ. സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കി വാങ്ങിക്കുക, അബദ്ധത്തിൽ പോയി ചാടാതിരിക്കുക, എന്തെങ്കിലും എന്നെ വിളിക്കുക. ഓക്കെ അല്ല, എന്തെങ്കിലും ഭവിഷ്യത്തിൽ ചാടി കഴിഞ്ഞാൽ അല്ല സ്റ്റേഷനുമായിട്ട് ഞാൻ പോലും സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഒരു ഫോൺ കൊണ്ടുവരുമ്പം എന്തെങ്കിലും ഡിഫക്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ നമ്മൾ അടുത്തുള്ള സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ.